ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ശ്രുതി പൂമൂസ്. അപ്പം ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ളൊരു വീഡിയോ കേട്ടോ. അതായത് നമ്മളെല്ലാവരും ഇങ്ങനെ ഓർമ്മകൾ കീപ്പ് ചെയ്യുന്ന ആളുകളായിരിക്കുമല്ലോ. നമ്മൾ ചിലരെല്ലാം ഫോട്ടോഗ്രാഫ്സ് എടുത്ത് വെക്കും, ഇങ്ങനെ എല്ലാം ഫോട്ടോസ് എടുത്ത് റൂമിൽ ഒട്ടിച്ച് വെക്കുന്നവരും ബുക്കിൽ ജേർണൽ ചെയ്ത് വെക്കുന്നവരൊക്കെ ഒരുപാട് പേരുണ്ടാവും. സോ അതുപോലെ ഞാൻ എന്താ പറയുക, ഇങ്ങനെ ക്യൂട്ടായിട്ട് ഞാൻ എടുത്ത് വെച്ച് ഇങ്ങനെ എൻ്റെ വളരെ ഫേവറേറ്റ് ആയിട്ട് ഞാൻ കൊണ്ടു നടക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഇയേഴ്സ് ആയിട്ട് ഞാൻ കൊണ്ടു നടക്കുന്ന കാര്യങ്ങളുണ്ട്. ഇപ്പം ഇതിലെല്ലാം ഒന്നുമില്ല, കുറേയൊക്കെ ഞാൻ ഇനിയും പൊടി തട്ടി എടുക്കാനുള്ളത്. ഞാൻ പല സ്ഥലങ്ങളിലായിട്ടാണ് വെച്ചത്. അപ്പം വീട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറുന്ന സമയത്ത് കുറേ സാധനങ്ങൾ എനിക്ക് അങ്ങനെ ഇങ്ങനെയൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. സോ ഇങ്ങനൊരു ബോക്സ് ഉണ്ട്, ഇതിങ്ങനൊരു ബോക്സിലാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ ഇങ്ങനൊരു പെട്ടിയുണ്ട്, പിന്നെ ഇങ്ങനൊരു പെട്ടിയുണ്ട്, അയ്യോ പിന്നെ ഇങ്ങനൊരു പെട്ടിയുണ്ട്. അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട്. പിന്നെ അതാ ഇതുണ്ട്. ഇതൊക്കെ റീസെൻ്റ് ആയിട്ടുള്ളതാട്ടോ. ഇതൊരു മിനിയേച്ചർ എന്താ പറയുക, ഒരു മിനിയേച്ചർ അലാമാണ്. ഇതെനിക്ക് ഭയങ്കര 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 സ്പെഷ്യലാണ്. ആള് ചെറുതാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, പുള്ളി നല്ല സൂപ്പറായിട്ട് എന്ത് ചെയ്യും, വർക്ക് ചെയ്യുന്നൊരു കക്ഷിയാണ്. നമുക്കിങ്ങനെ എന്താ പറയുക, നമുക്ക് നല്ല ഷോക്ക് പറ്റുന്നൊരു കിടിലൻ പീസാണ് കേട്ടോ. എനിക്ക് ഇങ്ങനത്തെ സാധനങ്ങളോടൊക്കെ ഭയങ്കര ക്രേസ് ആയിട്ടുള്ളൊരു സാധനമാണ്. പിന്നെ ഇതാ ഇതൊരു ടാഗാണ്, MG യൂണിവേഴ്സിറ്റിയുടെ കലോത്സവത്തിൻ്റെ ഒരു ടാഗാണ്. ഇതും ഞാനിതുപോലെ എത്ര കാലം കഴിഞ്ഞാലും ആ ഒരു ഓർമ്മ എനിക്ക് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തു വെച്ചൊരു സാധനമാണ് കേട്ടോ. ഇനി ഈ മാല, അയ്യോ എപ്പടി, അയ്യോ നല്ല രസില്ലേ ഈ മാല, സൂപ്പർ മാലയല്ലേ, കറണ്ട് പോയി ഗൈസ്. അയ്യോ ഈ മാലയുടെ ഉറവിടം സത്യം പറഞ്ഞാൽ എനിക്ക് ഓർമ്മയില്ല. കുറേ വർഷങ്ങളായിട്ട്, മോർ ദാൻ 6 ഇയേഴ്സോളായി, അതിൻ്റെ മുകളിലായിട്ടുണ്ടാവും. എനിക്ക് എങ്ങനെ ഇത് എൻ്റെ കയ്യിൽ വന്നു എന്ന് പോലും എനിക്കത് ഓർമ്മയില്ല. ഇത് ഇങ്ങനെ അങ്ങനെ കാലങ്ങളായിട്ട് കീപ്പ് ചെയ്യുന്ന ഒരു മാലയാണ്. ഇത് ഇപ്പോഴും എൻ്റെ കയ്യിൽ. അപ്പം എന്താ പറയുക, അങ്ങനെ സ്പെഷ്യലായിട്ടുള്ള ഇത്തരത്തിലുള്ള സാധനങ്ങൾ ഞാൻ വളരെ സ്പെഷ്യലായിട്ടുള്ള മനുഷ്യർക്ക് മാത്രമാണ് കൊടുക്കുക. പറയുമ്പോൾ ഇതൊന്നും വലിയ സംഭവം എന്നല്ല, പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം ഭയങ്കര പ്രഷ്യസ് ആയിട്ടുള്ളൊരു സാധനമാണ്. കുറേതിൻ്റെ ഒന്നും സ്റ്റോറീസ് ഞാനിങ്ങനെ ഓർത്തെടുത്തിട്ടാണ്, ഞാൻ പ്ലാൻഡ് അല്ല ഇതിലെന്തൊക്കെയാണെന്ന്. ഞാനും കുറേ കാലമായി. ഇതിലുള്ളത് കുറച്ച് എന്താ പറയുക, സ്റ്റിക്കി നോട്ട്സ് ആട്ടോ. ഈ സ്റ്റിക്കി നോട്ടിൽ ഓരോരുത്തരുടെ ഓർമ്മകളാണുള്ളത്. അത് അവർ എഴുതി വെച്ചിട്ട് എൻ്റെ റൂമിൽ അവർ ഒട്ടിച്ച് തന്നിട്ടുള്ള കുറച്ച് ഓർമ്മകളൊക്കെയാണ്. അത് ഞാൻ പോവാണ്ടിരിക്കാൻ വേണ്ടി എടുത്താണ്. ഇത് കണ്ട, ഇത് നിജിഷ എഴുതിയൊരു സാധനമാണ്. എനിക്കിനി മടക്കയാത്ര 16/12/2023 റിയേച്ചിക്ക് വേണ്ടിയിട്ട് ഞാൻ എഴുതിയൊരു ലെറ്റർ പോലത്തെ ഒരു സ്റ്റിക്കി നോട്ട് ഉണ്ട് ഇതിൽ. പിന്നെന്താ പറയുക, ഗോപു എനിക്ക് എഴുതി വെച്ചിട്ടുള്ള പോലുള്ളൊരു സാധനമുണ്ട്. അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. പിന്നെ ഞാൻ എന്നോട് എൻ്റെ മോട്ടിവേഷൻ പോലെ എഴുതി വെച്ചിട്ടുള്ള ഇതുണ്ട്. പിന്നെ ഇത് അയ്യോ കോമഡി, ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഞാൻ ഡാർജിലിംഗ് എന്ന് വിളിക്കുന്ന ഒരാളുണ്ട്. അപ്പം ആള് ശ്രേയ. അപ്പം ശ്രേയയുടെ കൂടെ നമ്മൾ ലാസ്റ്റായിട്ട് കഴിച്ച ഐസ്ക്രീമിൻ്റെ കോലാണിത്. അപ്പം ഇത് ഡാർജിലിങ്ങിൻ്റെ ആണ്. എൻ്റെതിൽ ഞാനിങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ എഴുതി ഞാനന്ന് ഡാർജിലിങ്ങിന് കൊടുത്തു. അയ്യോ എനിക്കിത് കാണുമ്പോൾ മറ്റേ ഉർവശിയുടെ സിനിമയുണ്ടല്ലോ, ഉർവശി ജയറാമുള്ള, ആ സിനിമയിൽ ഉർവശി പറയുമല്ലോ, മറ്റേ ഇത് ഞാൻ ആദ്യമായിട്ട് പരിചയിച്ച ബ്രഷാണ്, അതുപോലെയൊക്കെ എനിക്ക് തോന്നുന്നുണ്ട്. ഓക്കെ, എനിവേ എന്നെ സത്യം പറഞ്ഞാൽ ആ ക്യാരക്ടറായിട്ട് താരതമ്യം ചെയ്യാൻ പറ്റുന്ന ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരാളാണ് ഞാൻ. കാരണം ഞാൻ അങ്ങനെയാണ്. ഈ ബോക്സും എനിക്ക് ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ബോക്സാണ്. കാരണം ഈ ബോക്സ് എനിക്ക് തോന്നുന്നു, എനിക്ക് ആദ്യമായിട്ട് എൻ്റെ വലിയേട്ടൻ എൻ്റെ വലിയതാട്ടൻ എനിക്ക് 2017 വലുതാണ് എനിക്കൊരു വാച്ച് വാങ്ങി തന്നു, സിസ്റ്റേഴ്സ് ഡേക്ക്. ഓക്കെ, അന്ന് ആ സമയത്ത് ഏട്ടൻ എനിക്ക് വാങ്ങി തന്ന വാച്ചിൻ്റെ ബോക്സാണിത്. ഇതും എനിക്കൊരു മെമ്മറിയാണ്. അയ്യോ ഇതൊക്കെ ഏത് മെമ്മറിയാണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. അത് ഫെറാറോയുടെ ഇതാണ്. ഇത് ലാസ്റ്റ് ക്രിസ്മസ്, അതായത് 2024 അല്ല 23 ക്രിസ്മസിൻ്റെ ആട്ടത്. 23 ക്രിസ്മസിന് എനിക്ക് കിട്ടിത്തരുന്നു. അപ്പം ഞാനിതിങ്ങനെ വെക്കാൻ പറ്റും, ഇങ്ങനെ തൂക്കാൻ പറ്റും. ഇപ്പം ഇത് തൂക്കാൻ പറ്റുന്നില്ല, ഇങ്ങനെ തൂക്കാൻ പറ്റും. അപ്പം ഇത് നല്ല ഭംഗിയായിട്ട് നിൽക്കും. ആ സാധനം ഒരു ഓർമ്മയ്ക്ക്. ഇതൊന്നും എന്താന്ന് പോലും എനിക്ക് ഓർമ്മയില്ല ഗൈസ്.
എനിക്ക് തോന്നുന്നു ഇത് മറ്റേ ടോർച്ചാണോ ഫ്ലെയിം ചെയ്യുന്ന മറ്റേ തീ വരില്ലേ, തീപ്പെട്ടി ഇല്ലേ, അങ്ങനെ എന്തോ ആണ് തോന്നുന്നുണ്ട്. കണ്ട ഇതെനിക്ക് ഞാനന്ന് എന്തെങ്കിലും ആർട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഞാൻ മാറ്റി വെച്ചൊരു സാധനമാണിത്. കൊള്ളാം അല്ലേ, ഒരു നൈസ് റെഡ് അല്ലേ, നല്ലൊരു റെഡ്. ഇതൊക്കെ എന്തൊക്കെയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തു വെച്ച സാധനമാണ്. അയ്യോ എനിക്ക് പൊടി അലർജിയാണ് ഗൈസ്. ഇനിയിപ്പോൾ ചൊറിയോന്നറിയില്ല. ചൊറിഞ്ഞു കഴിഞ്ഞാൽ അമ്മ എന്നെ ആട്ടീന്ന് കൂട്ടിയത്. ഇതിലായിട്ടുണ്ട്. അയ്യോ ഇതെനിക്ക് അപ്പൂസാണോ റാഷിയാണോ എനിക്കറിയില്ല. ഓലിലാരോ ഒരാൾ ഒരു ഗുളിക പോലത്തെ ഇതിലൊരു മിഠായി ഉണ്ടാവും, ഇങ്ങനെ ഗുളിക പോലത്തെ ഒരു മിഠായി ഉണ്ടാവും. ആ മിഠായി ഇട്ട് വെക്കുന്ന മിഠായിയുടെ ബോട്ടിലാണ്. അപ്പം ഞാനത് ബോട്ടിൽ ആർട്ട് കുഞ്ഞ് മറ്റേ പേരെഴുതിയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അന്ന് എടുത്ത് വെച്ചാണ്. ഇതിപ്പോൾ ഒരു 3 വർഷമൊക്കെ ആയിട്ടുള്ളൂ. കണ്ട അതിൻ്റെ തന്നെ വേറെ കുപ്പിയുണ്ട്. കണ്ട വേറൊരു കുപ്പി, അത് ഞാൻ ആർട്ട് ചെറുതായിട്ട് ചെയ്തത്. ഇതെൻ്റെ ഒരു വെരി ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ പേരാണ്. അതന്ന് ഞാൻ എഴുതി നോക്കിയതാണ്. ഇത് മരത്തിലല്ല, ഇത് ജസ്റ്റ് സാധാ പേപ്പറിൽ ചെയ്ത് നോക്കിയാണ്. ഗുണ്ടൂസ് എന്നാണ് എഴുതിയിട്ടുള്ളത് കേട്ടോ. ഇതിപ്പോൾ കുറച്ച് വർഷമായി, 3 വർഷത്തോളം അടുത്തായി. അയ്യോ അതൊരു ട്രാജഡി ആയിട്ടുള്ള സാധനമാണ്. അതായത് എൻ്റെ ഏട്ടൻ ഇലക്ഷൻ ഡ്യൂട്ടിക്ക് പോയി. അപ്പോൾ ഇലക്ഷൻ ഡ്യൂട്ടിക്ക് പോയ സമയത്ത് ആൾ ഡൽഹിയൊക്കെ പോയ സമയത്ത് എനിക്ക് കൊടുന്ന കമ്മലുകളാണ് ഇട്ടത്. ഇതിൽ ഒരുപാട് കമ്മലുണ്ട്. ഇതെല്ലാം പൊട്ടുന്ന ചില്ലിൻ്റെ കമ്മലാണ്, എല്ലാം ചില്ലിൻ്റെ കമ്മലാണ്. അയ്യോ അതിൽ ഒരു കമ്മലിട്ട് കാണിച്ചു തരാമെന്ന് വെച്ചാൽ പക്ഷെ ഇത് ഇവിടെ എത്തി നമ്മൾ എടുത്തു കഴിഞ്ഞപ്പോൾ തന്നെ കുറേ എണ്ണം എന്ത് ചെയ്തു എന്നറിയോ, പൊട്ടിപ്പോയി. കുറേ എണ്ണം തുണയില്ല, കുറേ എണ്ണം പൊട്ടിപ്പോയി, കുറേ എണ്ണം ഇട്ട് നോക്കാൻ വയ്യ, അങ്ങനത്തെ സാഹചര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇട്ടില്ല. കണ്ട ഇത് ആക്ച്വലി എനിക്ക് ആ സമയത്ത് ഇതൊന്നും അങ്ങനെ ഇടുന്നതിനോട് താല്പര്യം ഉണ്ടായില്ല. പക്ഷെ ഇതെല്ലാം ഞാൻ കീപ്പ് ചെയ്തു, കാരണം അവൻ എനിക്ക് വേണ്ടി കൊണ്ടുവന്ന് തന്ന സാധനം. അതുപോലത്തെ ഒരുപാട് കീ ചെയിൻ ഉണ്ട്. കീ ചെയിൻ ഇപ്പം ഞാൻ അതിൽ എടുത്തിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു ഓർമ്മ. എനിക്ക് ഒരുപാട് എൻ്റെ ജൂനിയേഴ്സ് തന്ന സാധനങ്ങൾ അങ്ങനത്തെ കുറേ ഉണ്ട്. ഈ മാല എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇതെനിക്ക് പ്രിഞ്ചാപ്പി എൻ്റെ 18th ബർത്ത്ഡേക്ക് വാങ്ങിച്ചു തന്നത്. പിന്നെ ഇതൊക്കെ എവിടെ നിന്ന് കിട്ടിയതാണെന്നിരിക്കില്ല. ചിലപ്പോൾ ഞാൻ പെറുക്കിയതൊക്കെ അല്ലേ ആയിരിക്കും കേട്ടോ. ഞാൻ പെറുക്കണ സ്വഭാവം എനിക്കുണ്ട്. ഇത് കണ്ട കുഞ്ഞി ബൾബ്, നല്ല രസമില്ലേ ഇത്? അയ്യോ മിനിയൻസ്, ഭയങ്കര ഇഷ്ടമാണ് അത് സാധനങ്ങൾ. അപ്പം ഇത്രയാണ് ഈ പെട്ടിയിലുള്ളത് കേട്ടോ. ഇത് ആര് തന്ന ഫെറോറോൻ്റെ ആണെന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ ഞാൻ ഈ ഗോൾഡൻ ഫോയിൽ ഇത് കണ്ടിട്ട് എടുത്തു വെച്ചതായിരിക്കണം എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ട്. എന്താ ദൈവമേ വീഡിയോ കാണും വിചാരിക്കും ഇത് ഇവളെന്താ ആക്രിയാണ് ഇവള്, കണ്ണി കണ്ടത് എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട് ഞാൻ. അപ്പം ഈ ബോക്സിലുള്ളത് ഇത്രയാണ് കേട്ടോ. ഈ നെക്സ്റ്റ് ബോക്സാണ്. ഈ ബോക്സ് ചായപ്പീടിയത്തെ ബോക്സാണ്. നമ്മൾ ചായപ്പീടിയെന്ന് എനിക്ക് തോന്നുന്നു ഏത് ജ്യൂസാ, ബോബിയോ എന്തോ കുടിച്ചെന്താന്ന് എനിക്ക് ഓർമ്മയില്ല, അത് കുടിച്ച ഒരു ബോക്സാണിത്. അപ്പം ആ ചായപ്പീടിയുടെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ബോക്സിൽ കൊണ്ടു നടക്കുന്നത്. ഇതിൽ ഇതുപോലൊരു ക്യാമറി ഐസ്ക്രീമിൻ്റെ കൂലുണ്ട്, അതൊരു മെമ്മറിയാണ്. ഇത് എന്തിൻ്റെ മെമ്മറിയാണെന്ന് എനിക്ക് ഓർമ്മയില്ല സത്യത്തിൽ. എനിക്ക് തോന്നുന്നു പട്ടാമ്പിത്തെ നെല്ലിൻ്റെ കതിരിൻ്റെ സാധനമാണ്. അത് എൻ്റെ ഫ്രണ്ട് ഗുണ്ടൂസിൻ്റെ വീട് പട്ടാമ്പിയാണ്. ഇത് ഗുണ്ടൂസ് കാണുന്നുണ്ടെങ്കിൽ ഗുണ്ടൂസെ എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ അന്ന് എടുത്ത, എൻ്റെ വീടല്ല, എൻ്റെ വീട്ടിൽ നിന്ന് നമ്മൾ മറ്റേ കൈത്തളി അമ്പലത്തേക്ക് പോണ വഴി അവിടുത്തെ നെല്ല് നമ്മൾ പറിച്ചെടുത്തില്ലേ, അതിപ്പോഴും ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട്. ഇത് എപ്പൻഡ് ഓഫ് ആണ് കേട്ടോ, അത് ലാഭത്ത് ഒരു മുതലാണ്. ഇതെൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു വണ്ടിയുടെ ലൈറ്റാണ്. ദിസ് ഇസ് സോ ക്യൂട്ടല്ലേ. അപ്പം ഞാൻ കുറച്ചൊക്കെ ഒന്ന് സെറ്റായി കഴിയുമ്പോൾ ഞാൻ ഇതിനൊരു എന്താ പറയുക, എന്തെങ്കിലുമൊക്കെ ഡെക്കർ ചെയ്യും. അതാണ് എൻ്റെ ഒരു പ്രധാന ഉദ്ദേശം. ഇത് എന്താ പറയുക, ബീച്ച് പോയപ്പോൾ എനിക്ക് കിട്ടിയ ഒരു ക്യൂട്ട് സാധനം, ഒരു ഷെല്ലാണ്. പിന്നെ അതുപോലത്തെ കുറച്ച് അല്ലറ ചില്ലറ പിസ്തയുടെ കുരുത്തോല്, അതൊക്കെ എന്തോ ഉണ്ടാക്കാൻ വേണ്ടി വെച്ചാൽ കേട്ടോ. പിന്നെ ഇതുപോലെ ഉണ്ടോ മറ്റേ ഷെല്ലുകൾ കുറയുണ്ട്. പിന്നെ ഇതുപോലെ സ്റ്റിക്കർ. പിന്നെ ഇതെൻ്റെ അമ്മ എനിക്ക് വാങ്ങി തന്നിട്ടുള്ളൊരു ക്യൂട്ട് കമ്മലാണ്. ഇത്രയാണ് ഇതിലുള്ളത്. പിന്നെ ഇത്
ഞാൻ എൻ്റെ കോളേജിൽ മറ്റേ BBC ഉണ്ട്, ബാസ്കറ്റ് ബോൾ കോർട്ട് ഉണ്ട്. അപ്പം അതിൻ്റെ അവിടെ നിന്ന് അവിടെ ഒരു ചെയറിലിരുന്ന് ഞാൻ എഴുതി ഒരു സാധനമാണ്. ആ സമയത്ത് കേർഫാനത്ത് കയറി ഇങ്ങോട്ട് കത്തി. അപ്പോൾ ആ സമയത്ത് വെറുതെ ഇങ്ങനെ അവിടെ ഇരുന്ന് ഇങ്ങനെ അവർ കളിക്കുന്ന കണ്ടിങ്ങനെ അതിലൊരു സാധനം ഞാനിങ്ങനെ നോട്ട് ചെയ്ത് വെച്ചതാണ്. അപ്പം അത് ഞാനൊരു ആ ഒരു മൊമെൻറ്റിൻ്റെ ഓർമ്മയ്ക്ക് അന്ന് നമ്മൾ എന്താ പറയുക, സൂരജൊക്കെ വന്ന് നമ്മളെല്ലാവരും കൂടെ സംസാരിച്ച് അങ്ങനെ കുറച്ച് ഗുഡ് മെമ്മറീസ്. അപ്പം അതിൻ്റെ ഒരു മെമ്മറിക്ക് വേണ്ടിയിട്ട് ഞാൻ എടുത്തു വെച്ചാണ് എൻ്റെ കോളേജ് BBC. അതൊക്കെ ഓർക്കാനുള്ളൊരു അവസരമാണല്ലോ. ഞാനിങ്ങനെ ഓർമ്മകൾ ഭയങ്കരമായിട്ട് താലോലിച്ച് കൊണ്ടു നടക്കുന്ന ഒരാളാണ് കേട്ടോ. ഭയങ്കരമായിട്ട് കുറച്ച് ശരിക്കും ചിലപ്പോൾ തോന്നും കുറച്ച് ഓവറല്ലേ അത്. ഈ ബോക്സ് നല്ല പഴക്കമുള്ള ബോക്സാണ്. കാരണം ഇതിൻ്റെ പെട്ടിയൊക്കെ അത്രയും തകർന്നു തുടങ്ങിയിട്ടോ. എന്നിട്ടും ഞാനിത് ഈ പെട്ടിയിൽ തന്നെ എടുത്തു വയ്ക്കുന്ന ഒരു സാധനമാണ്. ഇത് ഞാൻ ആദ്യമായിട്ട് എൻ്റെ GCK, ഞാൻ ഡിഗ്രി പഠിച്ചത് GCKയിലാണ്. അവിടേക്ക് ഞാൻ ട്രെയിനിൽ പോയ ടിക്കറ്റ്സാണ്. ഇത് ഞങ്ങളെല്ലാവരും കൂടെ മലമ്പുഴ പോയി. ഞാൻ, അർജു, റീംസ്, വിനയ എല്ലാവരും കൂടെ ഞങ്ങൾ മലമ്പുഴ പോയതിൻ്റെ ടിക്കറ്റാണ് കേട്ടോ. എന്നുള്ള ഇതിലുള്ളൊരു എന്താ പറയുക, ഇതൊരു കീ ചെയിനായിരുന്നു കേട്ടോ. ഗിറ്റാർ പോലത്തെ ഗിറ്റാർ വയലിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ക്യൂട്ട് കൃഷ്ണനാണ്. ഈ പുള്ളിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഒരു സമയത്ത്. പണ്ട് ഞാൻ മഞ്ചേരിയിലൊരു അമ്പലത്തിൽ നിന്ന് വാങ്ങിയതാണിത്. ഞാനിങ്ങനെ കീപ്പ് ചെയ്യുന്നൊരു സാധനമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സാധനമാണിത്. അയ്യോ, ഇതിപ്പോൾ ഇച്ചിരി എന്താ പറയുക, മോശാവസ്ഥയിലായി. കുളിക്കാനായിട്ടുണ്ട് കുട്ടിക്ക്. എനിക്ക് ഗീതു, ഒരു ഡിഗ്രിയിലെ ജൂനിയർ ഗീതു ഉണ്ട്. അവൾ തന്ന ഒരു സാധനമാണ് ഞങ്ങളുടെ ഫെയർവെല്ലിൻ്റെ സമയത്ത്. പിന്നെ മാലയുണ്ട്. ഇതൊരു മോതിരം. ഈ മോതിരം എനിക്ക് വൈശേച്ചി തന്ന മോതിരം കേട്ടോ. നല്ല ഭംഗിയില്ലേ? ഇത് വൈശേച്ചിയുടെ മോതിരമാണ്. വൈശേച്ചി തന്നൊരു മോതിരമാണ് ചേച്ചിയുടെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്ന ഒരു സാധനമാണിത്. ഒക്കത്തിലൊരു ഓർമ്മക്കഥ ഉണ്ടാവും എനിക്ക് കേട്ടോ. ഇത് സത്യം പറഞ്ഞാൽ വയ്യ, കിട്ടണില്ല ഗൈസ്. ഒന്നുമില്ല, ഒരു ബോക്സ് മാത്രം. എന്തെന്നാണ് ഞാൻ എടുത്ത് വെച്ചതെന്ന് അറിയില്ല. പിന്നെ ഇതുപോലെ കുറച്ച് ഷെല്ലുകളുണ്ട്. ഇതെന്തോ ഇത് ഞങ്ങൾ താനൂര് പോയപ്പോൾ, റീമയുടെ വീട്ടിൽ താനൂര് പോയപ്പം അവിടുന്ന് പെറുക്കി കൊണ്ടുവന്ന ഷെല്ലുകളാണ് കേട്ടോ ഇത്. പിന്നെ ഇതിവിടെ ഉണ്ടായിരുന്നൊരു കണ്ണടയാണ്. ദേ മഞ്ചാടിക്കുരു ആകെ നശിച്ച് നാരായണക്കല്ല് പിടിച്ചിട്ടുണ്ട്. ഇത് മറ്റേ ഹാംസ് ട്യൂബിൻ്റെ ഒരു സാധനമാണ് കേട്ടോ. കണ്ട, ഇത് ഞങ്ങൾ കോളേജിൽ നിന്ന് അതൊക്കെ വലിയ സ്റ്റോറിയാണ്. അതെൻ്റെ ഡിഗ്രിത്തെ ഒരു ഓർമ്മയ്ക്ക് വേണ്ടി ഞങ്ങൾ എടുത്തു വെച്ചിട്ടുള്ള സാധനമാണ്. ദൈവം എൻ്റെ കാരണം കണ്ടു കഴിഞ്ഞാൽ എന്നെ വിചാരിക്കും, ദൈവം ഇതൊക്കെ നിൻ്റെ കയ്യിലായിരുന്നാടി ഇതൊക്കെ. ഇത് ഞാൻ ആദ്യമായിട്ട് മെട്രോയിൽ കയറിയപ്പോൾ കിട്ടിയ കാർഡാട്ടത്. അന്ന് ഡിഗ്രി പഠിക്കുമ്പോൾ മെട്രോയിലൊന്നും നമ്മളങ്ങനെ കയറുന്നില്ലല്ലോ. അപ്പം നമ്മൾ ലുലു പോയപ്പോൾ കയറിയ സാധനമാണ്. പിന്നെ ഇതിൻ്റെ ഒരുപാട് കളക്ഷൻ ഇപ്പോൾ എന്തെങ്കിലും ഉണ്ട്. ഇനി ഇതിലെന്താന്ന് പോലും എനിക്ക് അറിയാൻ പാടില്ല. സത്യം പറഞ്ഞാൽ എനിക്ക് സത്യം പറയട്ടെ, ഞാൻ ഭയങ്കര അലർജിക്കാണ്. ഭയങ്കര അലർജി പറഞ്ഞാൽ ഭയങ്കര എനിക്ക് തുമ്മൽ. ഇതെൻ്റെ വലിയേട്ടൻ ഈ പറഞ്ഞ പോലെ താജ്മഹൽ കാണാൻ പോയപ്പം അവിടെ നിന്ന് എനിക്ക് മേടിച്ചിട്ട് കൊണ്ടുവന്നാണ്. ഇതെനിക്ക് റിയേച്ചി തന്നൊരു ഓർമ്മയാണ്. ഇതെനിക്ക് കൃഷ്ണേച്ചി തന്നിട്ടുള്ളൊരു ഓർമ്മയാണ് ഗോവയിൽ പോയപ്പോൾ. ഇതെനിക്ക് ജിൻസി ചേച്ചി തന്ന ഓർമ്മയാണ്. ഇത് ഞാൻ ഡെസൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു സാധനമാണ്. അപ്പം ഞാൻ അത് നല്ല രസമുണ്ടോ, അത് എവിടുന്നാന്ന് ചോദിച്ചപ്പോൾ അവൻ എവിടുന്നോ കിട്ടിയതാണ് കണ്ടു തോന്നുന്നുണ്ട്. അപ്പോൾ അവൻ നീ എടുത്തോന്ന് പറഞ്ഞിട്ട്, ചേച്ചി എടുത്തോന്ന് പറഞ്ഞിട്ട് എനിക്ക് തന്നു. ഇത് ഞാനൊരു ബീച്ചിൽ പോയപ്പം നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ബീച്ചിൽ പോയി, PG മേറ്റ്സ് എല്ലാവരും കൂടെ. അപ്പം അന്ന് ഞാൻ അവിടെ നിന്ന് പെറുക്കിയ എൻ്റെ ഡ്രസ്സിൽ കുറച്ച് എന്തായി മണലായി. അപ്പം അതെല്ലാം കൂടെ ഞാൻ പെറുക്കി എടുത്ത് വെച്ചതാണത്. അത് അവിടുത്തെ മണ്ണാണ് കേട്ടോ. ചെറായി ബീച്ചിലെ മണ്ണാണിത്. ചെറായി തന്നെയല്ലേ പോയത്? എനിക്ക് ഏതോ ഒരു ബീച്ച്, അതിലെ മണ്ണാണ്. മണ്ണ് ഒരെണ്ണം കൂടെ ഉണ്ടല്ലോ, കണ്ടോ, നിറയെ മണ്ണുണ്ട് ഗൈസ്. എന്തെങ്കിലുമൊക്കെ ആർട്ട് ചെയ്യുമ്പോൾ ഭാവിയിൽ എന്ന് വെച്ചിട്ട് എടുത്ത് വെച്ചതാണ്. പിന്നെ ഇതെൻ്റെ ഒരു ബർത്ത്ഡേ ഗിഫ്റ്റാണ്. അതെനിക്ക് എൻ്റെ സ്രോ ജൂനിയർ തന്ന ബർത്ത്ഡേ ഗിഫ്റ്റാണ്. ദിസ് ഇസ് സോ സ്പെഷ്യൽ ടു. അപ്പോൾ നിങ്ങളിപ്പോൾ എൻ്റെ കുറച്ച് ഗുഡ് മെമ്മറീസ് ആണ് കണ്ടത്.
അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇതുപോലത്തെ ഒരുപാട് സാധനം ഉണ്ടാവും എന്നറിയാം. എനിക്കിതുപോലെ പണ്ട് മറ്റേ ഡയറി മിൽക്കിൻ്റെതും മിഠായികളുടേതും എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നു. എൻ്റെ ഏട്ടൻ എന്നെ ബർത്ത്ഡേക്ക് പറക്കും മഞ്ചൊക്കെ വാങ്ങി തരും. അപ്പം അതിൻ്റെയൊക്കെ ഉണ്ടായിരുന്നു. അത് വീട് പൊളിച്ച് മാറ്റിയ സമയത്ത് അതൊക്കെ പോയി. ഞാനിതുപോലെ എല്ലാം സൂക്ഷിക്കുന്ന ഒരു ഞാൻ ഭയങ്കര ഇങ്ങനെ അറ്റാച്ച്മെൻറ്റ് ഭയങ്കര കൂടുതലുള്ള ഒരാളാണ് ഞാൻ. ഇപ്പം ഇത് പറഞ്ഞ പോലെ കുഞ്ഞു കുഞ്ഞു തിങ്സ് ആയിക്കോട്ടെ, കുഞ്ഞു കുഞ്ഞു സാധനങ്ങളായിക്കോട്ടെ, പുസ്തകങ്ങളായിക്കോട്ടെ, പേപ്പറുകളായിക്കോട്ടെ, അതിനൊക്കെ ഭയങ്കരമായിട്ട് വാല്യൂ ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അതുപോലത്തെ കുട്ടി കുട്ടി സാധനങ്ങളൊക്കെ ഞാനിങ്ങനെ കീപ്പ് ചെയ്യും. എനിക്ക് അത് വെച്ചിട്ട് മെമ്മറികളെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇഷ്ടമാണ്. മെമ്മറീസ് ആർ ഓൾവേസ് സ്പെഷ്യൽ എന്നല്ലേ പറയാം. മെമ്മറീസ് ഭയങ്കര സ്പെഷ്യലാണ് എല്ലാവർക്കും. ഓൾ മെമ്മറീസ് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളിലേക്ക് ഇങ്ങനെ കൊണ്ടുവയ്ക്കുമ്പം ഐ എം സോ ഹാപ്പി ടു ബി എന്താ പറയുക, ഐ എം സോ ഹാപ്പി ടു പ്രിസർവ് ഓൾ ദീസ് തിങ്സ് വിത്ത് മൈ ഹാർട്ട്. അപ്പം എൻ്റെ ലൈഫ് ലോങ് ഞാൻ ഇതിങ്ങനെ കീപ്പ് ചെയ്തുകൊണ്ടിരിക്കും. ഇതുപോലത്തെ കുറേ പേരുണ്ടാവും എനിക്കറിയാം. ഉള്ളവരെല്ലാം കമൻറ്റ് ചെയ്യൂ. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലത്തെ മെമ്മറീസും സാധനങ്ങളൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ ഞാൻ മാത്രമായിരിക്കും ഇതുപോലത്തെ ഒരു ബ്രാൻഡ് ആയിട്ടുള്ളത്, അറിയില്ല. അവർക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.